മിശിഹ അനുകരണം പുസ്തകം 4 അധ്യായം 2. വിശുദ്ധ കുർബാനയിലൂടെ ദൈവം പ്രകടമാക്കുന്ന വലിയ നന്മയും സ്നേഹവും. ഓ കർത്താവെ, രോഗി വൈദ്യൻ്റെ അടുക്കലെന്ന പോലെ, വിശപ്പും ദാഹമുള്ളവൻ ജീവൻ്റെ നീരുറവയുടെ അടുക്കലെന്ന പോലെ, ദരിദ്രൻ സ്വർഗത്തിൻ്റെ രാജാവിൻ്റെ അടുക്കലെന്ന പോലെ, ദാസൻ യജമാൻ്റെ അടുക്കലെന്ന പോലെ, സൃഷ്ടി സൃഷ്ടാവിൻ്റെ അടുക്കലെന്ന പോലെ, നിന്റെ നന്മയിലും വലിയ കരുണയിലും ആശ്രയിച്ച് ഏകാഗിയായ ഞാൻ സൗമ്യനായ എൻ്റെ സമാശ്വാസകനെ സമീപിക്കുന്നു. എന്നാൽ നീ എങ്ങനെയാണ് എൻ്റെ അടുത്ത് വരുന്നത്? നിന്നെ തന്നെ നീ എനിക്ക് നൽകാൻ മാത്രം ഞാൻ ആരാണ്? നിന്നെ സമീപിക്കാൻ ഒരു പാപി എങ്ങനെ ധൈര്യപ്പെടും? ഒരു പാപിയുടെ പക്കലേക്ക് വരാൻ നീ എങ്ങനെ തിരുമനസ്സായി? നീ നിൻ്റെ ദാസനെ അറിയുന്നു. ഇത് നീ അവന് നൽകുന്നതിന് അവനിൽ യാതൊരു നന്മയില്ലെന്ന് നിനക്ക് നന്നായി അറിയാം. എൻ്റെ ഹീനത ഞാൻ ഏറ്റുപറയുന്നു, നിൻ്റെ നന്മ ഞാൻ പ്രഖ്യാപിക്കുന്നു. നിൻ്റെ മൃദുവായ കാരുണ്യത്തെ ഞാൻ സ്തുതിക്കുന്നു. നിൻ്റെ അതിരില്ലാത്ത സ്നേഹത്തിന് നിനക്ക് ഞാൻ നന്ദി പറയുന്നു. യഥാർത്ഥ മരിയ ഭക്തി, മനുഷ്യാവതാര രഹസ്യത്തോടുള്ള സവിശേഷ ഭക്തി. ഈ വിശുദ്ധമായ അടിമത്തമെടുക്കുന്നവർക്ക് മനുഷ്യാവതാര രഹസ്യത്തോട് മംഗളവാർത്ത തിരുനാൾ അനസാമാന്യമായ ഭക്തി ഉണ്ടായിരിക്കണം. ഈ ഭക്തിയാഭ്യാസത്തോട് പരിശുദ്ധ മറിയത്തിലൂടെ ഈശോയ്ക്കുള്ള സമ്പൂർണ്ണ സമർപ്പണത്തോട് ബന്ധപ്പെട്ട കൃത്യമായ ദൈവരഹസ്യം മനുഷ്യാവതാരമാണ്. താഴെ പറയുന്ന കാരണങ്ങളാൽ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ഭക്തിയാണിത്. 1. പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി പുത്രനായ ദൈവം മറിയത്തോടുള്ള തൻ്റെ അതിശയകരമായ ആശ്രയത്വം തിരഞ്ഞെടുത്തതിനെ നാം ആദരിക്കുകയും അനുകരിക്കുകയും വേണം. എല്ലാത്തിനും അവളെ ആശ്രയിച്ചുകൊണ്ട് ഈശോ തൻ്റെ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഒരു തടവുകാരനും അടിമയുമായി തീർന്ന മനുഷ്യാവതാര രഹസ്യത്തിൽ ഈ ആശ്രയത്വം വെളിപ്പെട്ടു. മറിയത്തിനുമേൽ ദൈവം വർഷിച്ച അതുല്യമായ കൃപകൾക്ക്, പ്രത്യേകിച്ച് തനിക്ക് ഏറ്റവും യോഗ്യയായ മാതാവായി അവളെ തിരഞ്ഞെടുത്തതിന് നാം അവന് കൃതജ്ഞതയർപ്പിക്കണം. ഈ തിരഞ്ഞെടുപ്പ് നടത്തിയത് മനുഷ്യാവതാര രഹസ്യത്തിലാണ്. മറിയത്തിൽ ഈശോയോടുള്ള അടിമത്തം എന്ന ഭക്തിയാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവ രണ്ടുമാണ്. വിമർശന ബുദ്ധിയും അഹങ്കാരവുമുള്ള വലിയൊരു ഗണം പണ്ഡിതന്മാർ ചിരപ്രതിഷ്ഠിതവും പരിപക്വവുമായ ഭക്തിയാഭ്യാസങ്ങളിൽ പോലും കുറ്റം കണ്ടെത്തുന്ന ഗർവിൻ്റെ കാലത്താണ് നാം ജീവിക്കുന്നത്. മരിയ ഭക്തിയെയും പൊതുജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചിട്ടുള്ള അതിൻ്റെ വിവിധ അനുഷ്ഠാനങ്ങളെയും എതിർക്കുന്ന ദൈവശാസ്ത്രജ്ഞന്മാരെക്കുറിച്ചാണ് മോൺഫോർട്ട് ഇവിടെ പരാമർശിക്കുന്നത്. അതുകൊണ്ട് മറിയത്തിൽ ഈശോയോടുള്ള അടിമത്തം എന്നും, അതുപോലെ മറിയത്തിൻ്റെ അടിമ എന്നതിനേക്കാൾ ഈശോയുടെ അടിമ എന്നും പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതം. അപ്പോൾ നമ്മൾ വിമർശനത്തിനുള്ള അനാവശ്യ അവസരം ഒഴിവാക്കുന്നു. ഈ ഭക്തിയുടെ അന്തിമ ലക്ഷ്യം പ്രാപിക്കാനുള്ള മാർഗമായ മറിയത്തിൻ്റെ പേരിൽ എന്നതിനേക്കാൾ ഈ ഭക്തിയെ അതിൻ്റെ അന്തിമ ലക്ഷ്യമായ ഈശോയുടെ പേരിൽ നാമകരണം ചെയ്യുകയാണ് ഉചിതം. മരിയ ഭക്തിയുടെ അന്തിമ ലക്ഷ്യം ഈശോ മിശിഹായാണ്. എന്നിരുന്നാലും ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ഈ ഭക്തിയുടെ ഏതു പേര് വേണമെങ്കിലും നമുക്ക് നിസ്സംശയം ഉപയോഗിക്കാം. ഈ ഭക്തി വഴി നാം ആഘോഷിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മുഖ്യ ദൈവരഹസ്യം മനുഷ്യാവതാരമാണ്. മനുഷ്യാവതാര രഹസ്യത്തിൽ ഈശോയെ മറിയത്തിൽ മാത്രമാണ് നാം കാണുന്നത്. മറിയത്തിൻ്റെ ഉദരത്തിൽ അവതരിച്ചതിനാൽ അവളിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന ഈശോയെ സൂചിപ്പിക്കാൻ മറിയത്തിൽ ഈശോയോടുള്ള അടിമത്തം എന്ന് ഈ ഭക്തിയെ വിളിക്കുന്നതാണ് നമുക്കുചിതം. പുണ്യാത്മാക്കൾ ആലപിക്കുന്ന മേരിയിൽ വാഴുവരേശുവേ എന്ന സുന്ദരമായ പ്രാർത്ഥനയുടെ ആശയവും ഇതുതന്നെയാണ്. ഈ മാർഗം ആശ്ലേഷിക്കുന്നവർക്ക് മാലാഖയുടെ അഭിവാദനം ചേർത്തുള്ള നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥനയോട് വലിയ ഭക്തി ഉണ്ടായിരിക്കണം. ജ്ഞാനമുണ്ടായിട്ട് പോലും ക്രൈസ്തവർ ഈ പ്രാർത്ഥനയുടെ മഹാത്മ്യവും യോഗ്യതയും ഔന്നത്യവും ആവശ്യകതയും മനസ്സിലാക്കിയിട്ടില്ല. വിശുദ്ധ ഡൊമിനിക്, വിശുദ്ധ ജോൺ കപ്പിസ്ട്രാൻ, വാഴ്ത്തപ്പെട്ട അലൻ ഡി ലാ റോഷ് തുടങ്ങിയ വലിയ വിശുദ്ധിയും ഉൾക്കാഴ്ചയുമുള്ള മഹാത്മാക്കൾക്ക് പോലും ഈ പ്രാർത്ഥനയുടെ സമ്പന്നത മനസ്സാക്കി കൊടുക്കാൻ പരിശുദ്ധ കന്യകയ്ക്കു തന്നെ പല അവസരങ്ങളിലും പ്രത്യക്ഷപ്പെടേണ്ടി വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവേ,
ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പിതാവിൻ്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവെ, ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവെ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിൻ്റെ വാഗ്ദാനമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗീയ പ്രകാശത്തിൻ്റെ കതിരെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാ നന്മകളുടെയും കാരണമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗീയ നീരുറവയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദഹിപ്പിക്കുന്ന അഗ്നിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആർദ്രമായ സ്നേഹമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആത്മീയ അഭിഷേകമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും അരൂപിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ജ്ഞാനത്തിൻ്റെയും ബുദ്ധിയുടെയും അരൂപിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സതുപദേശത്തിൻ്റെയും ആത്മശക്തിയുടെയും അരൂപിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അറിവിൻ്റെയും ഭക്തിയുടെയും അരൂപിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും അരൂപിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിനയത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമക്കളുടെ പുത്രസ്വീകാര്യത്തിൻ്റെ അരൂപിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധാത്മാവെ, പാപത്തെക്കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവെ, അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ. പരിശുദ്ധാത്മാവെ, അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാകാരം ഞങ്ങൾക്കായി തുറക്കണമേ. പരിശുദ്ധാത്മാവെ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ, സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ, രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവെ, ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവെ, നന്മ അഭ്യസിക്കാൻ പ്രചോദനം നൽകണമേ. പരിശുദ്ധാത്മാവെ, എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവെ, നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മാവെ, അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഞങ്ങളുടെ ആത്മാക്കളിലേക്ക് വർഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവെ, വരണമേ. അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ സ്നേഹാഗ്നി അവയിൽ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ പിതാവേ, അങ്ങേ ദിവ്യരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ സുധ ഞങ്ങളിൽ ഒഴുക്കിക്കൊണ്ട് സത്പ്രവൃത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലൂടെ പരിശുദ്ധാത്മാവിലുള്ള ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ. ആമേൻ. പ്രഭയോലും സമുദ്രതാരമേ സ്വസ്തി, ദൈവമാകെ നീ അനുഗ്രഹീത. പാപലേശമേശിടാത്ത കന്യേ ധന്യേ, സ്വർഗവിശ്രാന്തി തൻ കവാടമേ നീ. ഗബ്രിയേലന്ന് സ്വസ്തി ചൊല്ലി, മോദമോടതു നീ സ്വീകരിച്ചു. ശാന്തിയുറപ്പേകിയല്ലോ, ഹവ്വതൻ നാമം മാറ്റി കുറി
കുറിച്ചതന്നേ. കൃപയോടും സമുദ്രതാരമേ സ്വസ്തി, ദൈവമാതേ നീ അനുഗ്രഹീത, പാപലേശമേശിടാത്ത കന്യേ ധന്യേ, സ്വർഗവിശ്രാന്തി തൻ കവാടമേ നീ. ചങ്ങല പൊട്ടിച്ചെറിയൂ നീ, അന്ധതയിൽ ജ്യോതിസാകുതായേ. സർവരോഗവും അകറ്റണേ അമ്മേ, സമ്പൂർണ്ണമോദം യാചിപ്പൂ ഞങ്ങൾ. സമുദ്രതാരമേ സ്വസ്തി. ഈശോയുടെ തിരുനാമത്തിൻ്റെ ലുത്തിനിയ. കർത്താവെ കരുണയായിരിക്കണമേ, കർത്താവെ കരുണയായിരിക്കണമേ. മിശിഹായെ കരുണയായിരിക്കണമേ, മിശിഹായെ കരുണയായിരിക്കണമേ. കർത്താവെ കരുണയായിരിക്കണമേ, കർത്താവെ കരുണയായിരിക്കണമേ. ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഈശോയെ ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഭൂലോരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏകദൈവമായ പരിശുദ്ധത്വമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിത്യപിതാവിൻ്റെ ശോഭയായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിത്യപ്രകാശത്തിൻ്റെ പ്രഭയായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മഹത്വത്തിൻ്റെ രാജാവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നീതിസൂര്യനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ തിരുക്കുമാരനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അത്ഭുതത്തിന് വിഷയമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്ത ദൈവമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വരാനിരിക്കുന്ന ലോകത്തിൻ്റെ പിതാവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ശ്രേഷ്ഠമായ ഉപദേശത്തിൻ്റെ ദൂതനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏറ്റവും ശക്തനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏറ്റവും ക്ഷമയുള്ള ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏറ്റവും അനുസരണമുള്ള ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ശുദ്ധതയെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സമാധാനത്തിൻ്റെ ദൈവമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആയുസ്സിന് കാരണമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സകല പുണ്യങ്ങൾക്കും മാതൃകയായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണം. ഞങ്ങളുടെ ദൈവമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ സങ്കേതമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദരിദ്രരുടെ പിതാവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നല്ല ഇടയനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സത്യപ്രകാശമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിത്യജ്ഞാനമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിത്യനന്മയായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ വഴിയും ജീവനുമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മാലാഖമാരുടെ ആനന്ദമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്ലീഹന്മാരുടെ ഗുരുവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സുവിശേഷകരുടെ ആചാര്യനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വേദസാക്ഷികളുടെ ശക്തിയായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വന്ദകന്മാരുടെ പ്രകാശമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കന്യകകളുടെ പരിശുദ്ധിയായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സകല പുണ്യവാന്മാരുടെയും കിരീടമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദയാപരനായ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ. ദയാപരനായ ഈശോയെ, കാരുണ്യപൂർവ്വം ഞങ്ങളെ ശ്രവിക്കണമേ. സകല തിന്മകളിൽ നിന്ന് ഈശോയെ, ഞങ്ങളെ വിമോചിപ്പിക്കണമേ. സകല പാപങ്ങളിൽ നിന്ന് ഈശോയെ, ഞങ്ങളെ വിമോചിപ്പിക്കണമേ. നിൻ്റെ കോപത്തിൽ നിന്ന് ഈശോയെ, ഞങ്ങളെ വിമോചിപ്പിക്കണമേ.
പിശാചിൻ്റെ സകല തന്ത്രങ്ങളിൽ നിന്ന് ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ. മോഹാഗ്നിയുടെ അരൂപിയിൽ നിന്ന് ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ. എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന് ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് തന്ന പ്രചോദനങ്ങളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന് ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ. നിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പരിശുദ്ധ രഹസ്യം വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ. നിൻ്റെ പിറവി വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ. നിൻ്റെ ബാല്യം വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ. നിൻ്റെ പരിശുദ്ധ ജീവിതം വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ. നിൻ്റെ അധ്വാനം വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ. നിൻ്റെ കഷ്ടപ്പാടുകളും പീഡാനുഭവവും വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ. നിൻ്റെ കുരിശും നീ അനുഭവിച്ച പരിത്യക്തതയും വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ. നിൻ്റെ സഹനങ്ങൾ വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ. നിൻ്റെ മരണവും സംസ്കാരവും വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ. നിൻ്റെ ഉയർപ്പ് വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ. നിൻ്റെ സ്വർഗാരോഹണം വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ. നിൻ്റെ ആനന്ദം വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ. നിൻ്റെ മഹിമ വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായ ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്ന് അരുളി ചെയ്ത കർത്താവായ ഈശോ മിശിഹായെ, നിൻ്റെ ദിവ്യ സ്നേഹമാകുന്ന ദാനത്തിനായുള്ള ഞങ്ങളുടെ അപേക്ഷ നീ കൈക്കൊള്ളണമേ. അതുവഴി ഞങ്ങളുടെ എല്ലാ വാക്കുകളിലും പ്രവൃത്തികളിലും ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ നിത്യം സ്നേഹിക്കുകയും അവിരാമം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. കർത്താവെ, നിൻ്റെ തിരുനാമത്തോട് നിരന്തരമായ ഭയവും സ്നേഹവും ഞങ്ങൾക്ക് നൽകണമേ. കാരണം നിൻ്റെ സ്നേഹത്തിൽ നീ ശാശ്വതമായി സ്ഥാപിച്ചിട്ടുള്ളവരെ ഭരിക്കാൻ നീ ഒരിക്കലും വിമുഖത കാണിച്ചിട്ടില്ല. നിത്യം ജീവിച്ചു വാഴുന്ന ഈശോനാഥ, ആമേൻ. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ ഈശോയോടുള്ള പ്രാർത്ഥന. ഓ ഏറ്റവും സ്നേഹമുള്ള ഈശോയെ, വിശുദ്ധമായ അടിമത്തം എന്ന ഭക്ത്യാഭ്യാസം വഴി നിൻ്റെ പരിശുദ്ധാമ്മയെ എനിക്ക് നൽകിക്കൊണ്ട് എൻ്റെ മേൽ നീ ചൊരിഞ്ഞ കൃപയ്ക്ക് നിനക്ക് കൃതജ്ഞതയർപ്പിക്കാൻ എന്നെ അനുഗ്രഹിച്ചാലും. നിൻ്റെ മഹോന്നത സന്നിധിയിൽ അവൾ എൻ്റെ മധ്യസ്ഥയും എൻ്റെ ദാരുണമായ കഷ്ടതകളിൽ എൻ്റെ ആശ്രയവുമാകട്ടെ. കഷ്ടം, ഓ എൻ്റെ ദൈവമേ! ദുർഭകനായ ഞാൻ ഈ വത്സല മാതാവില്ലായിരുന്നെങ്കിൽ ഉറപ്പായും നശിച്ചു പോകുമായിരുന്നു. അതെ, നിൻ്റെ നീതിപൂർവകമായ കോപത്തെ ശാന്തമാക്കാൻ നിൻ്റെ ചാരത്തും എല്ലായിടത്തും മറിയത്തെ എനിക്കാവശ്യമാണ്. നിൻ്റെ നീതിപൂർവകമായ കോപത്തെ അവൾ ശാന്തമാക്കട്ടെ. കാരണം ഞാൻ നിന്നെ കൂടെ ദ്രോഹിച്ചു. അവൾ നിന്നെ ധ്യാനിക്കട്ടെ. അവൾ നിന്നോട് സംസാരിക്കട്ടെ. അവൾ നിന്നോട് പ്രാർത്ഥിക്കട്ടെ. അവൾ നിന്നെ സമീപിക്കട്ടെ. അവൾ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങനെ എൻ്റെയും മറ്റുള്ളവരുടെയും ആത്മാക്കളെ രക്ഷിക്കാൻ അവൾ എന്നെ സഹായിക്കട്ടെ. ചുരുക്കത്തിൽ, ഞാൻ എപ്പോഴും നിൻ്റെ തിരുഹിതം അനുവർത്തിക്കാനും നിൻ്റെ ഉപരിമഹത്വം തേടാനും മറിയം എനിക്ക് ആവശ്യമത്രേ. നീ എന്നോട് കാണിച്ച വലിയ കാരുണ്യം ലോകം മുഴുവനും പോയി പ്രഘോഷിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, മറിയമില്ലായിരുന്നെങ്കിൽ ഞാൻ നാശമടഞ്ഞേനെയെന്ന് എല്ലാവരും അറിഞ്ഞിരുന്നെങ്കിൽ, ഇത്ര വലിയ അനുഗ്രഹത്തിനുള്ള കൃതജ്ഞത ഉചിതമായി അർപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ മറിയം എന്നിൽ വസിക്കുന്നു. ഓ എത്ര വലിയ നിധിയാണ്! ഓ എത്ര വലിയ സമാശ്വാസമാണത്! ഞാൻ പൂർണ്ണമായും അവളുടേതാകാതെ പോകുമോ? ഓ എത്ര വലിയ നന്ദിഹീനത! എൻ്റെ പ്രിയ രക്ഷക, ഈ അത്യാപത്ത് ഭാവിക്കുന്നതിനേക്കാൾ എന്നെ മരണം പുൽകട്ടെ. എന്തുകൊണ്ടെന്നാൽ ഞാൻ പൂർണ്ണമായും മറിയത്തിൻ്റേതാകാതെ ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് ഭേദം. കുരിശിൻ ചുവട്ടി നിൽക്കുന്ന യോഹന്നാൻ ശ്ലീഹായോടൊപ്പം 1000 പ്രാവശ്യം അവളെ എൻ്റെ അമ്മയായി ഞാൻ സ്വീകരിക്കുകയും അത്രയും പ്രാവശ്യം തന്നെ എന്നെ അവൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രിയ ഈശോയെ,
നിന്റെ ആഗ്രഹത്തിനൊത്ത വിധം മറിയത്തോടുള്ള ഈ അർപ്പണം ഇതുവരെയും ഞാൻ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ നീ ആഗ്രഹിക്കുന്ന വിധം ഞാൻ ഈ അർപ്പണം നവീകരിക്കുന്നു. എൻ്റെ ആത്മാവിലോ ശരീരത്തിലോ ഈ ശ്രേഷ്ഠമായ രാജകുമാരിക്ക് ഉചിതമല്ലാത്ത എന്തെങ്കിലും കാണുന്നെങ്കിൽ അത് വേർപെടുത്തിയെടുത്ത് എന്നിൽ നിന്ന് എറിഞ്ഞുകളയണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കാരണം എൻ്റെ ഉള്ളിൽ മറിയത്തിന് യോജിക്കാത്തതായിട്ടുള്ളവ നിനക്ക് സമർപ്പിക്കാൻ അയോഗ്യമാണ്. ഓ പരിശുദ്ധാത്മാവേ, ഈ കൃപകളെല്ലാം എനിക്ക് നൽകണമേ. എൻ്റെ ആത്മാവിൽ മറിയമാകുന്ന യഥാർത്ഥ ജീവൻ്റെ വൃക്ഷം അങ്ങ് നടണമേ. അതിനെ പരിപാലിച്ച് വളർത്തണമേ. അങ്ങനെ അത് വളർന്ന് പുഷ്പിച്ച് ജീവൻ്റെ ഫലം സമൃദ്ധമായി പുറപ്പെടുവിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വിശ്വസ്ത പങ്കാളിയായ മറിയത്തോട് എനിക്ക് വലിയ ഭക്തി നൽകണമേ. ആമേൻ. ഓ മേരിയിൽ വാഴുമോരേശുവേ, വന്നു വസിക്കണേ നിൻ ദാസരിൽ. നിൻ വിശുദ്ധിതൻ അരൂപിയിലും നിൻ ശക്തിതൻ നിറവിലും നിൻ പുണ്യങ്ങൾ തൻ നേരിലും നിൻ മാർഗങ്ങൾ തൻ പൂർണ്ണതയിലും നിൻ രഹസ്യങ്ങൾ തൻ സംസർഗത്തിലും തിന്മതൻ ശക്തിയെല്ലാം തുരുത്തണമേ. നിന്നരൂപിയാൾ പിതാവിൻ മഹത്വത്തിനായി. ആമേൻ.